എൻ്റെ പേര് അനിത വാസുദേവൻ. ഞാൻ നീണ്ടൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 അതിനു മുമ്പിലും എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒട്ടേറെ കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. ഇതുകൂടാതെ മാതാവിൻ്റെ ഒരു പ്രത്യേക കൃപയും പരിഗണനയും എനിക്ക് ലഭിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുമുണ്ട്. ഞാൻ 2020 ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ഞാൻ ആദ്യമേ കൃപാസനത്തെക്കുറിച്ച് കുറേ കേൾക്കുന്നെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഹിന്ദു വിശ്വാസമായതുകൊണ്ട് പിന്നീട് എനിക്കതിന് സാഹചര്യം ലഭിക്കുകയും 2020 ഇവിടെ വന്ന് അച്ഛനെ കൈപിടിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ വിവാഹം കുറേയേറെ മാറിപ്പോയിട്ടുണ്ടെങ്കിലും അത് അവസാനം നടന്നു കിട്ടി. 35-ാമത്തെ വയസ്സിലാണ് എനിക്കത് നടന്നു കിട്ടിയത്. 2021 എൻ്റെ കല്യാണം നടന്നു. പിന്നെ അത് കഴിഞ്ഞും എനിക്കിവിടെ പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ എല്ലാ പ്രാർത്ഥനകളും ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പ്രഗ്നൻ്റ് ആയി പിന്നെ തുടർന്ന് പലവിധ രോഗാരിഷ്ടതകളിലൂടെയാണ് ഞാൻ കടന്നുപോയത്. ആദ്യമായി എനിക്ക് ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. അതായത് ഈ കുട്ടി അബോർഷനായി പോകാനുള്ള സാധ്യതകളുള്ളതുപോലെയാണ് USGയിൽ കാണിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ഒട്ടേറെ പ്രാർത്ഥനകളുടെ ഫലവും ലൈറ്റ് എ കാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ബ്ലീഡിങ് കുറഞ്ഞ് അത് കഴിഞ്ഞു ഒരു 6 മാസം 7 മാസമായപ്പോൾ എനിക്ക് പൈൽസിൻ്റെ അസ്വസ്ഥതയുണ്ടായി. പൈൽസിൻ്റെ അസ്വസ്ഥതയുണ്ടായ പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് നേരെ നിവർന്ന് കിടക്കാനുള്ള മരുന്ന് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖം അതും എന്നെ ബാധിച്ചു. ഇതിൻ്റെ ഫലമായി ഒരു 9 മാസം ഉണ്ടെങ്കിലും 9 മാസത്തിൽ തുടർച്ചയായി ഞാൻ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടേയിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അങ്ങനെ ഗവൺമെൻറ് ആശുപത്രിയിൽ 1 മാസത്തോളം കിടന്നു. അത് കഴിഞ്ഞ് പിന്നീട് ലാസ്റ്റ് ഫൈനലായപ്പോൾ 9 മാസത്തിനോടടുത്ത സമയത്ത് എനിക്ക് ശ്വാസം മുട്ടലായി. വയറ് കാരണം എനിക്ക് ഒട്ടും ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഈ കുഞ്ഞിനെ ലഭിക്കുമോ എന്നുള്ളത് എപ്പോഴും ഒരു പരീക്ഷണമായി തോന്നും. ഞാൻ ആകെ മടുത്തു വിഷമിച്ചു. അവസാനം എന്നെ ദൈവം വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു അവസ്ഥയിൽ പോലും ഞാൻ എത്തിച്ചേർന്നു. എന്നാലും ഞാൻ മാതാവിനെ കൈവിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് കൊന്ത ചെല്ലും. എന്തേലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ലൈറ്റ് എ കാൻഡിൽ പ്രയർ ഇട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഒക്ടോബർ 27-ാം തീയതി 2022 എനിക്കൊരു ആൺകുഞ്ഞിനെ ദൈവം തന്നു. അവൻ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. കുറേയേറെ ആൻറ്റിബയോട്ടിക്കുകളും പാരസിറ്റമോളിൻ്റെ ഹിതത്തിലുമാണ് ഞാൻ ജീവിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കൊച്ചിന് എന്തെങ്കിലും വൈകല്യം ഉണ്ടാകുമോ എന്നുള്ള പേടി എന്നെ വളരെയധികം അലട്ടിയിരുന്നു. എന്നാലും ജനിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ ടെസ്റ്റുകളിലും അവന് യാതൊരു കുഴപ്പമില്ല, നോർമലായ ഒരു കുട്ടിയായി തന്നെ എൻ്റെ കയ്യിൽ കിട്ടി. ചെറിയൊരു മഞ്ഞപ്പുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചെങ്കിലും അതിലും ഞാൻ പ്രാർത്ഥനയും തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ അത് വലിയ പ്രോബ്ലം ഇല്ലെന്നും പറഞ്ഞ് കുഞ്ഞിനെ ഞങ്ങൾക്ക് ICUയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് കിട്ടുകയും ചെയ്തു. ഇതുകൂടാതെ എൻ്റെ അനിയത്തിയുടെ വിവാഹവും ഞാൻ ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടത് മൂലം തന്നെയാണ് നടന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 2023 വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയുടെ ഒരു ഹിന്ദു വിശ്വാസി ആയതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും ഞാൻ അതിലെല്ലാം കിട്ടുന്ന സമയം കൊച്ചിന് പാല് കൊടുക്കുമ്പോൾ കൊന്ത ചെല്ലുകയും അങ്ങനെ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ മാതാവിനെ വിളിച്ച് മുറുകെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വിധം കാരുണ്യ പ്രവർത്തികളും മറ്റ് പ്രേക്ഷിത വേളകളുമൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് വരുമ്പോൾ പ്രേക്ഷിത വേളയും പത്രം മേടിച്ച് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഞാനത് മുന്നോട്ട് കൊണ്ടുപോയി. എനിക്കൊരു ഭവനമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഭർത്താവിൻ്റെ അനിയൻ വീട്ടിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ അത് ഭർത്താവിൻ്റെ പേരിൽ എഴുതി കൊടുക്കുകയും അങ്ങനെ എനിക്കൊരു ഭവനത്തിൻ്റെ ആ ഒരു ടെൻഷൻ മാറിത്തരികയും ചെയ്തു. അങ്ങനെ ഒട്ടേറെ അനവധി അനുഗ്രഹങ്ങൾ ഈ വെഞ്ചരിച്ച വസ്തുക്കൾ മുഖാന്തരവും അല്ലാതെ പ്രാർത്ഥന മുഖാന്തരവും എനിക്ക് മാതാവിൻ്റെ കൃപ മുഖാന്തരവും ലഭിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഞാൻ കോടി നന്ദി മാതാവിനോടും തിരുക്കുമാരനോടും പ്രകടിപ്പിച്ചു കൊള്ളുന്നു. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ. യോഹന്നാൻ്റെ സുവിശേഷം 1:16 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, ഉടമ്പടി എടുക്കുന്നത് ആരായിരുന്നാലും ആരെന്ന് നോക്കാതെ അവർ തൻ്റെ തിരുക്കുമാരനോട് ചേർന്ന് നിൽക്കുന്നവരാണോ, തൻ്റെ തിരുക്കുമാരൻ പറഞ്ഞ അതായത് അമ്മ മാതാവ് പറയുന്നുണ്ട്, അവൻ പറയുന്നത് പോലെ ചെയ്യുവിനെന്ന്. ആ ഉടമ്പടി വചനത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട്
നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയത്തക്ക രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന പരിശുദ്ധ അമ്മയെയാണ് നമുക്ക് കാണുവാൻ കഴിയുക. താൻ വന്ന സാഹചര്യങ്ങളൊക്കെ എന്ത്, തൻ്റെ വിവാഹത്തിന് വർഷങ്ങളായിട്ട് തടസ്സങ്ങളായിരുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കാണുവാനായിട്ട് കൃപയുണ്ടാകുന്നു. അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ്റെ പ്രാർത്ഥന നേടുന്നു. പിന്നീട് തൻ്റെ വിവാഹം നടക്കുകയും ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിലൂടെയൊക്കെ തൻ്റെ കുഞ്ഞിന്, അതായത് കുഞ്ഞുണ്ടാകുന്നതിന് തന്നെ ബുദ്ധിമുട്ടായിരുന്നു, പ്രഗ്നൻ്റ് ആകുന്നതിന് തന്നെ. എന്നാൽ പ്രഗ്നൻസിയിലുടനീളം ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റാണ് ഈ മകൾ ഓരോ വിഷമഘട്ടങ്ങളിലും ഇട്ടുകൊണ്ടിരുന്നത്. അതിനൊക്കെ ഉത്തരം കിട്ടുകയാണ്. അതായത് നാം എവിടെയായിരുന്നാലും നമുക്ക് അമ്മ മാതാവിനെ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് അതിനുള്ള ഒരു ചാൻസാണ്, അവസരമാണ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റും ഓൺലൈൻ ഉടമ്പടിയുമൊക്കെ. അപ്പോൾ ഈ മകൾ ആ ചാൻസൊക്കെ ഏറ്റവും മാക്സിമം ഉപയോഗിക്കുന്നു. അങ്ങനെ തൻ്റെ പ്രഗ്നൻസിയിലുടനീളം ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിലൂടെ അമ്മയോട് ചേർന്നിരിക്കുവാൻ കൊന്ത കയ്യിൽ പിടിച്ചുകൊണ്ട് മാത്രം തൻ്റെ ഓരോ അവസരങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഈ മകൾ കടന്നു പോവുകയും ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെ ലഭിച്ചതായിട്ടും കുഞ്ഞുമായിട്ട് വന്നു നിന്നാണ് സാക്ഷ്യം പറയുന്നത്. പിന്നീട് വീണ്ടും തനിക്ക് എങ്ങനെ ഒരു ഭവനം, അതിനൊക്കെ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. അതുപോലെ തൻ്റെ അനുജത്തിയുടെ വിവാഹം നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് പിന്നീട് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നു. ഉടമ്പടിയിലൂടെയാണ് തനിക്ക് ആ കൃപകളൊക്കെ ലഭിച്ചതെന്ന് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നാം ആരാണ് എന്നുള്ളതല്ല, നാം എന്ത് അരൂപിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഈശോ തന്നെ ചോദിക്കുന്നുണ്ട്, എന്ത് അരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ഏത് അരൂപിയിലാണെന്ന്. അതാണ് ഈ മകളിവിടെ പറയുക. എനിക്ക് പ്രാർത്ഥന ചൊല്ലാൻ പോലും തൻ്റേതായ വിശ്വാസത്തിലായിരുന്നത് കൊണ്ട് പ്രാർത്ഥന ചൊല്ലുവാൻ പോലും തടസ്സങ്ങളുള്ളപ്പോൾ അതിനൊക്കെ എങ്ങനെ ഈ മകൾ ഓരോ അവസരങ്ങൾ വിനിയോഗിക്കുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവർത്തികൾ, ഇതൊക്കെ ചെയ്യുവാൻ തൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇതൊക്കെ ചെയ്യുവാൻ കൂടുതലും സമയം കിട്ടുന്നതും. അതായത് അതിനുള്ള തടസ്സങ്ങളൊക്കെ അങ്ങനെയാണ് ഈ മകൾക്ക് മാറിക്കിട്ടുക. അപ്പോഴൊക്കെ അതിനുള്ള ഒരു ഉത്സാഹം ഈ മകൾ കാണിക്കുന്നുണ്ട്. ആ ഉത്സാഹത്തെ, ആ ഇഷ്ടത്തെ, ആ ചെയ്യുവാനുള്ള താല്പര്യത്തെ, അതാണ് കർത്താവ് വിലമതിക്കുക. അങ്ങനെ ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന ഈ മകള് തൻ്റെ കുഞ്ഞിനോടൊപ്പം വന്നതെന്ന് പറയുമ്പോൾ ഏറ്റവും നന്ദിയുള്ള ഒരു ഹൃദയത്തോടെയാണ് വന്നതെന്ന് പറയുന്നത്. അത് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അനുവദിച്ച തമ്പുരാൻ്റെ മുൻപിൽ ഈ മകൾ പറയുന്ന സാക്ഷ്യം നമുക്കും ഈശോയ്ക്ക് സമർപ്പിക്കാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.